അപ്പോൾ ഗൈസ് നമ്മൾ വീണ്ടും പുതിയൊരു റിസോർട്ടിലേക്ക് പോവുകയാണ്. നമ്മുടെ വാഗമൺ തന്നെ വാഗ റിസോർട്ട് സ്യൂട്ട് എന്ന റിസോർട്ടിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പോകുന്നതിലുള്ള ആ ഒരു വ്യൂ ആണ് നിങ്ങളിപ്പോൾ കാണുന്നത്. പാറകളും, ഒരു സൈഡ് പാറ കരിഞ്ഞുണങ്ങിയിരിക്കുന്നു, ഒരു സൈഡ് നല്ല പച്ചപ്പ് വിരിച്ചിരിക്കുന്നു. കണ്ടോ? ഒരു സൈഡ് പച്ചപ്പ്, ഒരു സൈഡ് ഫുൾ പാറ. അടിപൊളി വഴി, അടിപൊളിയാണ്. അടിപൊളി. അങ്ങോട്ട് നോക്കി, അതെന്തോ അമ്പലമാണെന്ന് തോന്നുന്നു കേട്ടോ. മുകളില് അത് കയറിപ്പോകുന്ന സ്റ്റെപ്പാണ് കാണുന്നത്. ഓഫ്, പൊളി, എന്ത് രസമാ. എന്തോ അമ്പലം, അത് അറിയാവുന്നവരുണ്ടെങ്കിൽ കമന്റ് ചെയ്യണേ. എനിക്കറിയില്ല എന്താന്ന്. അമ്പലമാണെന്ന് തോന്നുന്നു. അതെ 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 അമ്പലമാണ്. പേരൊന്നുമില്ല അമ്പലത്തിന്റെ പേര്, കാര്യങ്ങളൊന്നും കാണാനില്ല. നോക്കി, അടിപൊളി ലൊക്കേഷൻ. മുട്ടക്കുന്ന്. നമ്മളിതാ വാഗമൺ ടൗണിൽ കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഗൈസ്. ഇവിടുന്ന് 3 കിലോമീറ്റർ ആണ് കാണിക്കുന്നത്. അതെ. വാഗമൺ ടൗണിലേക്ക് അങ്ങനെ വരവ് കുറവാ. ഇവിടെ പെട്രോൾ പമ്പ് ഇല്ലെന്നുള്ളത് വലിയ പരാജയമാണ്. അതെ അതെ, ഇവിടെ പെട്രോൾ പമ്പ് ഇല്ല. അതുകൊണ്ട് വാഗമണ്ണൊക്കെ വരുന്ന ആൾക്കാർ വണ്ടി നിറയെ ഹൗസ് ഫുള്ളാക്കി പെട്രോളൊക്കെ അടിച്ചിട്ട് വരണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ഗൈസ്. അത്യാവശ്യം ടൗൺ ഉണ്ട് കേട്ടോ. എനിക്ക് ഗ്രീൻ ടീ മേടിക്കണം. വീണ്ടും നമ്മൾ മുന്നോട്ട് സായിബ് മദാമയൊക്കെ പാറി പറന്ന് നടക്കുന്നു വാഗമണ്ണിൽ കൂടി. അപ്പം നമ്മളിപ്പോൾ നിൽക്കുന്നത് വാഗ നക്ഷത്രയിലാണ് നിൽക്കുന്നത്. പുതിയൊരു സംരംഭമാണ്, പുതിയൊരു റിസോർട്ടാണ്. അപ്പോൾ നമുക്ക് ആ ഒരു വിശേഷങ്ങളും ഇവിടുത്തെ ഡീറ്റെയിലും ഒക്കെ ആയിട്ട് പോവാം. ഓക്കെ. ഗുഡ് മോർണിംഗ്. ചേട്ടൻ പേടിച്ചു പോയി ഞാൻ ഗുഡ് മോർണിംഗ് പറഞ്ഞു. അപ്പോൾ ഞങ്ങളങ്ങനെ ഇതാ റൂമിലേക്ക് പോവുകയാണ്. ഇതാണ് അവിടുത്തെ ബാക്ക്ഗ്രൗണ്ടൊക്കെ കേട്ടോ. അപ്പോൾ അടിപൊളിയാണ്, നല്ല സ്പേസ് ഉണ്ട്, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. അവിടെ വലിയൊരു ഹാളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ റൂം. നമ്മുടെ റൂമിലേക്ക് കയറി. ഇതാ നല്ല സ്പേസ് ഉള്ള റൂമാണ്. ബെഡൊക്കെ അടിപൊളിയാണ്, സൂപ്പർ. അങ്ങനെ നമുക്ക് നല്ലൊരു ബാൽക്കണിയൊക്കെ ഉണ്ട്. നല്ല വെയിലുണ്ട് കേട്ടോ, പക്ഷേ കുറച്ചുകൂടി കഴിയുമ്പോൾ നല്ല രസം ഉണ്ടാവും. ഇപ്പോൾ നല്ല വെയിലാണ്, പക്ഷേ ബാൽക്കണിയൊക്കെ അടിപൊളിയാണ്. ഇതാ നല്ല തണുത്ത കാറ്റൊക്കെ ഉണ്ട് അവിടെ. നല്ല ബാൽക്കണി, സൂപ്പർ, വാവ്. നല്ല പച്ചപ്പ് നിറഞ്ഞ ഒരു കുന്ന്, ഒരു മല ഒക്കെ കാണുന്നുണ്ട് അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ. നമുക്ക് ആ മലയിലൊക്കെ ഒന്ന് കയറാൻ പോകണം. അപ്പോൾ ഇതാണ് അവിടുത്തെ ഒരു നമ്മുടെ റൂം, കാര്യങ്ങളൊക്കെ ഇതാണ്. അപ്പോൾ നമ്മുടെ വാഗ റിസോർട്ടിൽ വന്നപ്പോൾ നല്ല ചിക്കൻ ഒലത്തിയത്, സോറി ബീഫ് ഒലത്തിയത്. ചിക്കൻ കഴിച്ച് ബീഫിൻ്റെ പേര് മറന്നുപോയി. പൊതുവെ ഞാൻ ബീഫ് കഴിക്കൽ കുറവാണ്, പക്ഷേ ഇത് നല്ല ടേസ്റ്റ്, അടിപൊളി ടേസ്റ്റ്, ഒരു രക്ഷയില്ല. കുറച്ച് ബുദ്ധിമുട്ടാണ് പല്ല് കമ്പ്ലീറ്റ് കടിക്കുക, എന്നാലും ഞാൻ കുറേ പോയി കഴിച്ചു. പിന്നെ നല്ല വെജ് നൂഡിൽസാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. പിന്നെ ഫ്രൈഡ് റൈസ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെയാണ്. ഫ്രൈഡ് റൈസ് എനിക്ക് വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാനിതാണ് ഓർഡർ ചെയ്തത്. വലിയ ഓയിലി ഒന്നുമല്ല, പക്ഷെ കഴിക്കാൻ നല്ല രസമുണ്ട്. അതിൻ്റെ കൂടെ നല്ല പൈനാപ്പിൾ ജ്യൂസ്. ചിയേഴ്സ്.
ഇത് മറ്റേ ഇതൊക്കെ ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്. കുറച്ച് തണുപ്പ് പോകാൻ വെച്ചേക്കാണ്, നല്ല തണുപ്പുണ്ട്. അപ്പം അങ്ങനെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചോ. നല്ല ഉച്ച സമയമാണ്, നല്ല തണുത്ത കാറ്റാണ്, പ്രകൃതി ആസ്വദിച്ചിരുന്ന് കഴിക്കുകയാണ്. ഒരു രക്ഷ നല്ല വൈബ്. ചെറിയ തണുത്ത കാറ്റ്, പുറത്ത് വെയിലുണ്ടായിപ്പോലും. ലാസ്റ്റ് ഞങ്ങളത് ആ മല കയറണം എന്നാണ് പ്ലാൻ. ആ മലയുടെ മുകളിലേക്ക് നടന്നു കയറി പോകാനുള്ള ഓപ്ഷൻ. അതുകൊണ്ട് മാക്സിമം ഫുഡ് കഴിച്ചോളാൻ പറഞ്ഞു എന്നോട്. എന്നെ മല കയറ്റാൻ പോകാന്ന് പറഞ്ഞു. ആ മലയുടെ മുകളിൽ ഇവിടെ നടന്ന് കയറി പോകാൻ കുറച്ച് ദൂരമേ ഉള്ളൂ. വണ്ടി കയറി പോകുന്ന റോഡാണ്, കയറി പോയിട്ടാണ് കൃത്യം പറയാം. പിന്നെ ഇവിടുന്ന് ഒരു 3 കിലോമീറ്ററാണ് നമ്മുടെ ഗ്ലാസ് ബ്രിഡ്ജ് അഡ്വഞ്ചർ പാർക്കൊക്കെ ഇവിടുന്ന് 3 കിലോമീറ്ററേ ഉള്ളൂ. എന്നെ കൊണ്ടുപോകാന്ന് വിജയ് ചേട്ടൻ പറഞ്ഞു ഗൈസ്. ഇനി നിങ്ങൾ ആ വീഡിയോ നിങ്ങൾ കണ്ടില്ലെങ്കിൽ വിജയ് ചേട്ടൻ നിങ്ങൾ ചോദ്യം ചെയ്യണം. ഇവിടുന്ന് ഞങ്ങളിപ്പോൾ വണ്ടിക്ക് വന്നുകൊണ്ട് ഞങ്ങളെ വണ്ടിയെ കൊണ്ടുപോകും, അല്ലെങ്കിൽ ഇവിടുന്ന് ജീപ്പുണ്ട്, ജീപ്പിൽ അവർ കൊണ്ടുപോയി ഇതൊക്കെ കറങ്ങി കാണിച്ചിട്ട് ഇവിടെ കൊണ്ടുപോകും. എല്ലാവരും 3 കിലോമീറ്റർ 4 കിലോമീറ്റർ ചുറ്റളവിലെല്ലാം ഒട്ടുമിക്കത് എല്ലാ സംഭവങ്ങളും ഇവിടെ ഉണ്ട്. ഇവിടെ പിന്നെ കുറേ റിസോർട്ടുകളുണ്ട്. എനിക്ക് ഇതെല്ലാം ചെറിയ ചെറിയ സംഭവങ്ങൾ തന്നെയാണ് ഇവിടെ എല്ലാം. നിങ്ങൾ വരുന്ന വഴിക്കും ഉണ്ട് കുറേ സംഭവങ്ങൾ. റൂമിന്റെ കാര്യം നല്ല അടിപൊളി റൂമാണ്, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്, സർവീസ് അടിപൊളിയാണ്. പിന്നെ നമുക്ക് നല്ലപോലെ എൻജോയ് ചെയ്യാൻ പറ്റും. അതായത് പോലെ ബാൽക്കണിയൊക്കെ ഇരുന്ന്, പിന്നെ 2 അടിക്കുന്നവരൊക്കെ ആണെങ്കിൽ വന്നിട്ട് ബാൽക്കണിയിൽ ഇരുന്ന് കടിക്കാനൊക്കെ ഉള്ള നല്ല സൗകര്യമുണ്ട്. നല്ല തണുത്ത കാറ്റ് പുറത്തുനിന്ന് വീശുന്നുണ്ട്, പ്രകൃതി ആസ്വദിച്ച് നമുക്കിരുന്ന് കഴിക്കാം ഫുഡൊക്കെ. അപ്പോൾ നമ്മുടെ വാഗ റിസോർട്ട് നിങ്ങൾ മറക്കരുത്, തീർച്ചയായും വരിക, റൂം എടുക്കുക. കോൺടാക്ട് നമ്പർ എന്തായാലും ഞാൻ ഇതിൻ്റെ അടിയിൽ ആഡ് ചെയ്യാം. നിങ്ങൾ കോൺടാക്ട് നേരിട്ട് വിളിക്കുക, ബുക്ക് ചെയ്യുക, വരിക, അടിച്ച് പൊളിക്കുക. ഓക്കെ, വൈകുന്നേരം ക്യാമ്പ് ഫയർ ഉണ്ട്, പിന്നെ ഡി ജെ ലൈറ്റ് ഉണ്ടെന്നൊക്കെയാണ് പറഞ്ഞത്. അതൊക്കെ നമുക്ക് വൈകുന്നേരം കണ്ടറിയാം. ഓക്കെ, അപ്പോൾ നമ്മുടെ വാഗ റിസോർട്ടിൻ്റെ വ്യൂ ഇതാണ്. ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ നിങ്ങളെ ഞാൻ കാണിച്ചു തരാൻ വേണ്ടിയാണ് ഞാൻ വെയിലൊക്കെ മാറിയിട്ടുണ്ട് പുറത്തേക്ക് ഇറങ്ങിയതാണ്. ഇതാണ് ഫ്രണ്ട് വ്യൂ. ഒരു രക്ഷയില്ല, നല്ല തണുത്ത കാറ്റാണ് ഉള്ളത്. ഇവിടെ വന്ന് നിൽക്കുകയാണെങ്കിൽ കുറേ ഉപകാരങ്ങളുണ്ടെന്ന് വെച്ചാൽ ഇതിൻ്റെ അടുത്ത് തന്നെയാണ് അഡ്വഞ്ചർ പാർക്കും മുട്ടക്കുന്നുകളും എല്ലാം കാണാൻ പോയി. ഇവിടെ അടുത്ത് തന്നെയാണ് ജീപ്പ് സഫാരിയൊക്കെ ഉണ്ട്. കുട്ടികൾക്ക് ചെറിയൊരു പാർക്കുകളുണ്ട് ഉണ്ടോ, കുട്ടികൾക്കുള്ള ചെറിയ പാർക്കുണ്ട്. പാർക്കിംഗ് സൗകര്യമുണ്ട് അടിപൊളിയായിട്ട്. വിശാലമായ മുറ്റമുണ്ട്. എങ്ങനെയുണ്ട് വിജയ് ചേട്ടാ, ഇഷ്ടപ്പെട്ടോ? ഗൈസ്, അങ്ങനെ ഞങ്ങൾ മല കയറാൻ പോകുന്നു ഗൈസ്. ഏതോ ഒരു മലയുണ്ടെന്ന് പറഞ്ഞാൽ മല തേടി ഞങ്ങൾ ഇങ്ങനെ മലയിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. നമ്മുടെ വണ്ടി ബ്രസ് ആയതുകൊണ്ട് പുറക്കും. ഇവിടെ എങ്ങോട്ടാണ്? നേരെയാണോ? ഈശ്വരോ ഈശ്വരോ ഈശ്വരോ. യെസ് ഗൈസ്, നമ്മൾ വഴി തെറ്റി ഗൈസ്. നമ്മൾ അങ്ങനെ ഓഫ് റോഡിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്, മലയുടെ മുകളിൽ. അയ്യവാ, ഓഫ് റോഡ് മിനിമം അത്യാവശ്യമൊക്കെ ഓഫ് റോഡ് പോകാനും യാത്രാസുഖവും അത്യാവശ്യം നല്ല വൈബായിട്ട് പോകാനും ഒക്കെ നിങ്ങൾ ബ്രസ് എടുക്കൂ, ആർമാദിക്കൂ. ഇളക്കല്ലേ ഗൈസ്. നമ്മൾ മലയുടെ മുകളിലെത്തി ഗൈസ്. നമ്മൾ എന്തോ വലിയൊരു മുട്ടക്കുന്നിൻ്റെ മുകളിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്, കടും വെയിലത്ത്. നമ്മളൊരു മലയുടെ മുകളിൽ എത്തിയിരിക്കുകയാണ്. മലയല്ല, കുന്ന് കണ്ടില്ലേ? പൊളി ലൊക്കേഷൻ, നല്ല തണുത്ത കാറ്റ്, സൂര്യനൊക്കെ ഉദിച്ച് നിൽക്കുന്ന. ചൂടൊന്നും ഇല്ല, പക്ഷെ നല്ല കാറ്റാണ്, ഒരു രക്ഷയില്ലാത്ത വൈബാണ്. കുറച്ച് ഭാഗത്തേ ഉള്ളൂ തേയിലത്തോട്ടം. വേറൊരു ഫീലാണ് കേട്ടോ നമുക്ക് ഇവിടെ ഇരിക്കുമ്പോൾ. ഞാനവിടെയൊക്കെ ഓടി നടന്ന് കുറേ വീഡിയോ എടുത്ത് കൂട്ടിയിട്ടുണ്ട്, ആർമാദിച്ചു. പക്ഷെ ഒരു രക്ഷയില്ല ഗൈസ്, പൊളി. താഴേക്കൊരു കൊക്കയാണ് നമുക്കിവിടെ നിന്നാൽ കാണാൻ പറ്റുന്നത്. അടിപൊളിയാണ്. അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ലോകം മുഴുവൻ കാണാം. ലോകം മുഴുവനല്ല, വാഗമണ്ണ് ഫുള്ള് കാണാൻ പറ്റും. കണ്ടില്ലേ? എൻ്റെ ഒരു സന്തോഷം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. നമ്മുടെ വാഗ റിസോർട്ടിൻ്റെ നൈറ്റ് വൈബാണ് ഗൈസ്. വാവ്,
എങ്ങനെയുണ്ട് നൈറ്റ് വ്യൂ ഉണ്ട്? തണുപ്പുണ്ട്, നല്ല സുഖം. അപ്പോൾ ഞങ്ങൾ കുന്നും മലയെല്ലാം കയറി വിശന്ന് അലഞ്ഞ് തിരിഞ്ഞ് ഇവിടെ വന്നപ്പോൾ നമുക്ക് ഫുഡ് റെഡി ആയിട്ടുണ്ട്. സെയിം ഫുഡ് ആണ് ചെറുത്. അതായത് നമ്മുടെ വെജ് നൂഡിൽസ്. എനിക്കിപ്പോൾ ഞാൻ പറഞ്ഞത് നല്ല ടേസ്റ്റ് ഉണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഞങ്ങൾ അത് തന്നെ ഓർഡർ ചെയ്തു. പിന്നെ നല്ല ചിക്കൻ റോസ്റ്റ് എന്ന് പറഞ്ഞാൽ അമ്മ അതിൽ ടേസ്റ്റുള്ള ചിക്കൻ റോസ്റ്റ്, ഒരു രക്ഷയില്ല. സൂപ്പർ എന്ന് വെച്ചാൽ സൂപ്പറാണ്. പിന്നെ ഇതിൻ്റെ കുക്കിനെ എന്തായാലും ഒന്ന് കണ്ടിട്ട് വേണം പോകാനായിട്ട്. പോരുന്നോ അതിൻ്റെ കൂടെയും ചോദിക്കാൻ. ഇത് നമുക്ക് ബട്ടർ ചിക്കനാണ്. സാധാരണ ഞാൻ ബട്ടർ ചിക്കൻ അങ്ങനെ കഴിക്കാറില്ല, എനിക്ക് പൊതുവേ അങ്ങനെ ഇഷ്ടമല്ല. പക്ഷേ ഇത് വേറെ ലെവലാണ്. ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ ഒരു വെറൈറ്റി ടേസ്റ്റ്, നാടൻ ടേസ്റ്റ്. ബട്ടർ ചിക്കനൊക്കെ പൈനാപ്പിളും. അത് സലാഡാണ്. നമുക്ക് സലാഡ് വെജിറ്റബിൾ സലാഡ് ഇല്ലായിരുന്നു, അപ്പോൾ നമുക്ക് പൈനാപ്പിൾ പീസാക്കി കൊടുത്തന്നു. അതിൻ്റെ കൂടെ ഇതിങ്ങനെ ഓരോന്ന് കഴിക്കാം. പിന്നെ പുറത്ത് നല്ല തണുത്ത കാറ്റും, സൂപ്പർ. അപ്പോൾ നമുക്കിവിടെ DJ ഉൾപ്പെടെയാണ് കേട്ടോ ഗൈസ്. അപ്പോൾ ഇന്നിപ്പോൾ DJ പാട്ടൊന്നും ഇവിടെ വെച്ചിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ തിരക്ക് കുറവാണ്. ഒരുപാട് തിരക്കൊക്കെ ആകുമ്പോഴാണ് നമുക്ക് DJയും ഒക്കെ ആയിട്ട് ഇവിടെ, അവിടെ നല്ല സ്റ്റേജ് പോലെ സംഭവമാണ്. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് അവർ ബോക്സൊക്കെ ഇട്ട് തരും, നമുക്കിവിടെ നിന്നാലും ഡാൻസൊക്കെ കളിക്കാം. അപ്പോൾ എന്താ പറയുക, DJ ഒക്കെ ഇഷ്ടമുള്ളവരും ആസ്വദിക്കാൻ താല്പര്യമുള്ളവരും ഒക്കെ വേഗം വണ്ടി എടുക്കുക, വേഗം ഉടൻ തന്നെ വന്നേക്കുക. നമ്മുടെ വാഗ റിസോർട്ടിലേക്ക് ഓടി വന്നേക്കുക. ഒളിച്ചടിക്കിട്ട് ഇവിടെ ഇപ്പോൾ 2-3 ഫാമിലി ആപ്പാടേ ഉള്ളൂ. അതാ വണ്ടി കിടക്കുന്ന കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ക്യാമ്പ് ഫയറാണ് ഇവിടെ. ഇന്നിപ്പോൾ തിരക്കായതുകൊണ്ടാണ് 2-3 ഫാമിലി മാത്രമേ ഉള്ളൂ ഇവിടെ. അപ്പോൾ അല്ലാത്ത സമയങ്ങളിൽ തിരക്കുള്ള സമയത്ത് ഇവിടെ ക്യാമ്പ് ഫയർ ഒപ്പിച്ച് ഒളിച്ചടുക്കി തിരിച്ചു പോകാം. നല്ല തണുത്ത കാറ്റൊക്കെ ആസ്വദിച്ച് നല്ല അടിപൊളി വൈബിൽ തിരിച്ചു പോകാം. അപ്പോൾ എല്ലാവരും വേഗം വണ്ടി എടുത്ത് വേഗം ഓടി വന്നോളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ വാഗ റിസോർട്ടിൻ്റെ നൈറ്റ് വ്യൂ ആണ്. ഇതാണ് നമ്മുടെ മുകളിൽ ബാൽക്കണിയാണ് കേട്ടോ. ഇതാണ് ആ ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്, സൂപ്പർ. നമ്മുടെ രാവിലത്തെ ഫുഡാണ് കേട്ടോ. രാവിലത്തെ ഫുഡ് ആദ്യം അവർ പൈനാപ്പിൾ, കുറച്ച് വാട്ടർ മെലനും ജ്യൂസും ഒക്കെ നമുക്ക് തരും. നമ്മളതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേനും ദോശ, സാമ്പാർ, ഓംലെറ്റ്, 2 ടൈപ്പ് ചമ്മന്തി. ഫുഡിൻ്റെ കാര്യത്തിൽ ഒരു രക്ഷയില്ല, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡാണ് കേട്ടോ, വളരെയധികം ടേസ്റ്റി ആയിട്ട് ഫുഡായിരുന്നു. ഞങ്ങൾ കുക്കിനെയൊക്കെ കണ്ടായിരുന്നു, കുക്കിനെ കണ്ട് കുക്കിനോട് പറഞ്ഞു നല്ല ഫുഡാണെന്നൊക്കെ. ഒരു രക്ഷയില്ല, അടിപൊളി, സൂപ്പർ. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങി, പാക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. അപ്പം എല്ലാവരും വീഡിയോ കാണുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം ഞങ്ങളുടേതായ രീതിക്കുള്ള കുഞ്ഞു കുഞ്ഞു ബ്ലോഗുകളൊക്കെ ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിക്കാം. അത് എല്ലാവർക്കും അറിയാം, വലിയ സംഭവമൊന്നുമല്ല, കൊച്ചു കൊച്ചു സ്ഥലങ്ങളും അതുപോലെ തന്നെ വളരെ ചിലവ് കുറഞ്ഞ രീതിക്ക് നമുക്ക് പോയി വരാൻ പറ്റുന്ന സ്ഥലങ്ങളും ഒക്കെ ആയിട്ടാണ് നമ്മൾ ബ്ലോഗ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഇനി ഞങ്ങൾ ഇവിടുന്ന് ഗ്ലാസ് ബ്രിഡ്ജ് ഒന്ന് കാണാൻ പോകണമെന്നൊരാഗ്രഹമുണ്ട്. പോവുകയാണെങ്കിൽ അതിൻ്റെ വീഡിയോസ് ഞാൻ ഇടാം കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ.